dear students, welcome back to Ejuala 2.0. അപ്പോൾ +2 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ വൈസ് എത്രത്തോളം മാർക്ക് ഉണ്ട് നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് ഫെബ്രുവരി ആയി, കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് അല്ലേ. 15-ാം തീയതി നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. മോഡൽ എക്സാം കാര്യമില്ല പോയിക്കോട്ടെ എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. കാരണം മോഡൽ എക്സാം കഴിഞ്ഞത് നമ്മുടെ ഫൈനൽ സ്റ്റാർട്ട് ചെയ്യാണ്. ചില ദിവസങ്ങളൊന്നും നമുക്ക് കയ്യിൽ നിന്ന് പിടിച്ചാൽ കിട്ടാത്ത ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കും. സോ ജനുവരി മന്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി 1-1.5 മാസം കൂടി ഉണ്ടല്ലോ എന്ന്. ഇനി നമുക്ക് മാസക്കണക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ദിവസക്കണക്ക് പറയാനേ പറ്റുള്ളൂ. സോ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുക, അതെല്ലാം ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിക്കാനായിട്ട് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. സ്റ്റഡി പ്ലാൻസ് ഒക്കെ മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ദെൻ ഡ്രോപ്പിംഗ് പോർഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ദെൻ നിങ്ങൾ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കാണാത്ത കുട്ടികളുണ്ട് വെച്ചെങ്കിൽ മിസ്സിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഓൺലൈൻ ക്രാഷ് കോഴ്സിനെ കുറിച്ച് അറിയണം ചേരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മിസ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം. നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലെ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പാഠം 2 പാഠം കൂടി നമുക്ക് എടുക്കാനുണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ട്. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ഇങ്ങനെ റിവൈസ് ചെയ്യാനും ചെയ്യാം. ഫെബ്രുവരി 29 വരെ നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പാഠങ്ങൾ പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് 11 പാഠമാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡ്രോപ്പിംഗ് ആണ്. ചില സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ EDP എന്ന് പറഞ്ഞൊരു പാഠം കിടക്കുന്നുണ്ട്, അതായത് എന്റർപ്രണർഷിപ്പ് ഡെവലപ്പ്. ചില സ്റ്റുഡൻസിനുള്ളൂ, ചിലവർക്ക് അതില്ല. അപ്പോൾ 12 പാഠങ്ങളിലെ നമുക്ക് 11 പാഠമാണ് എക്സാമിന് പഠിക്കാനുള്ളത്. കുറേ കുട്ടികൾക്ക് അതില്ല കേട്ടോ, +1 പോലെ തന്നെയാണ്. അപ്പൊ 12 പാഠത്തില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 11 പാഠാണ്. ആ 11 പാഠത്തില് ചില ഭാഗങ്ങളിൽ നമുക്ക് ചില പോർഷൻസ് സ്കിപ്പിംഗ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡ്രോപ്പിംഗ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ അപ്പൊ നമ്മൾ ചാപ്റ്റർ വൈസ് മാർക്കുകളൊക്കെയാണ് മിസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് 8 മാർക്കിന്റെ പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് നിങ്ങൾ 8 മാർക്കിനുള്ള ഒരു ടോപ്പിക് പഠിക്കുക എന്നുള്ളതല്ല, അതിൽ ഇമ്പോർട്ടൻസ് കവർ ചെയ്യുക. 8 മാർക്കോളം അതിന് എങ്ങനെയും ചോദിക്കും. നേച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്, അതിൽ കോർഡിനേഷൻ നന്നായി ശ്രദ്ധിക്കുക. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നോക്കാം. ദെൻ മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നൊക്കെയാണ് പ്രതീക്ഷിക്കുക. ഇത് രണ്ടും നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന പാഠം തന്നെയാണ് കേട്ടോ. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ചോദിക്കാം. അവിടെ 2 ടോപ്പിക്ക് പഠിച്ചാൽ മതി, സയന്റിഫിക് ടെക്നിക്സും ഫയോളിന്റെ 14 പ്രിൻസിപ്പിളും. ദെൻ ബിസിനസ് എൻവയോൺമെന്റിൽ 6 പാഠം, ഒരേ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ മതി, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. വേറെ ഒന്നും നിങ്ങൾ അതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പ്ലാനിങ് 8 മാർക്ക്, ഓർഗനൈസിങ് 7 മാർക്ക്, സ്റ്റാഫിംഗ് 12 മാർക്ക്, ദെൻ ഡയറക്റ്റിംഗ് 14 മാർക്ക്, ദെൻ കൺട്രോളിംഗ് 6 മാർക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 13 മാർക്ക്, മാർക്കറ്റിംഗ് 17 മാർക്ക്. ഇതിൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഫസ്റ്റ് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരുപാട് നമുക്ക് വേഗം പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലേസ്, പ്രൊഡക്റ്റ്, അങ്ങനത്തെ 4 പീസസ് ഓഫ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഒക്കെയാണ് അവിടെ ചെയ്യാനുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ്, അതിന്റെ ഫാക്ടേഴ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ ഫാക്ടേഴ്സ്, ഇതിൽ ഫുൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതൊക്കെയാണ് നമുക്ക് ആ പാഠത്തിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. കൺട്രോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്പുകൾ. ഇതിലെ കൺട്രോളിങ്, സ്റ്റാഫിങ്, ഓർഗനൈസിങ്, പ്ലാനിങ്, ഇതിലൊക്കെ സ്റ്റെപ്പുകളുണ്ട്. ഡയറക്റ്റിങ്ങിൽ അങ്ങനെ സ്റ്റെപ്പല്ല, ഒരു എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, അതിലെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡേഴ്സ്, അത് നമുക്ക് സ്കിപ്പിംഗ് പോർഷൻ ആണ്, അത് നമ്മൾ പഠിക്കേണ്ട. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റിംഗിൽ കുറേ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുണ്ട്, ഇൻസെന്റീവ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, അങ്ങനെയുള്ള ഇൻസെന്റീവ്സിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആയിട്ട് പഠിക്കണം. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ 8 മാർക്കിനാണ് കേട്ടോ. അപ്പൊ 8 മാർക്ക് നമുക്ക് നന്നായി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാഠം തന്നെയാണ് ഡയറക്റ്റിംഗ് എന്ന പാഠം. അതേപോലെ സ്റ്റാഫിങ്ങിൽ നമുക്ക് പ്രോസസ്സ് പഠിക്കാനുണ്ട്. ദെൻ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്, സ്റ്റാഫിംഗ് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാം. ഓർഗനൈസിംഗിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്ട്രക്ചറാണ്, ഓർഗനൈസേഷന് സ്ട്രക്ചറാണ് കൂടുതൽ പഠിക്കേണ്ടത്. പിന്നീട് നമുക്ക് അങ്ങനെ നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ട കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ്, പ്ലാനിങ്ങിന്റെയും കൺട്രോളിങ്ങിന്റെയും ലിമിറ്റേഷൻസ് നന്നായി നോക്കുക. നമുക്ക് ലിമിറ്റേഷൻസ് കൂടുതൽ ഇവരുടെ 2 പേരുടെയാണ് ലിമിറ്റേഷൻസ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പൊ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസും ഓർഗനൈസിങ്ങിന്റെ കൺട്രോളിങ്ങിന്റെ ലിമിറ്റേഷൻസും നന്നായി നോക്കണം. പിന്നെ പ്ലാനിങ്ങിൽ നമുക്ക് ചോദിക്കാവുന്നത്
പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ബന്ധപ്പെടുത്തിയിട്ടാണ്. ബോത്ത് ആർ ടു സൈഡ്സ് ഓഫ് സെയിം കോയിൻ എന്ന് ചോദിക്കും. അപ്പൊ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർ കണക്റ്റഡ് ആണ്, ഇൻസെപ്പറബിൾ ആണെന്നൊക്കെ ചോദിക്കാനുള്ള ആ ഒരു കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. ഇത്രയാണ് 10 പാഠങ്ങളിൽ പറയാനുള്ള. ദെൻ 11ാമത്തെ ചാപ്റ്റർ ഉണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമുക്ക് 5 മാർക്കിന്റെ ഭാഗമാണ്. ഇവിടെ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് റൈറ്റ് ഓഫ് കസ്റ്റമേഴ്സ്, റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യമാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്നിട്ട് 4 പഠിക്കാത്ത എത്ര കുട്ടികളുണ്ട്? 4 മാർക്കിന്, 3 മാർക്കിന്, 5 മാർക്കിന് ഒക്കെ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫോം, റൈറ്റ് ടു സീക്രട്ട് റിസൾട്ട്, റൈറ്റ് ടു ഹേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 റൈറ്റ് ആണ് മെയിൻ. പിന്നെ 3 ടയേഴ്സ് ഓഫ് റിഡ്രസൽ ഏജൻസീസ്, സ്റ്റേറ്റ്, നാഷണൽ, കമ്മീഷൻ ലെവലിലൊക്കെ ഉള്ള ആ 3 ടൈപ്പ് ഓഫ് ഏജൻസീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയാലാണ് നല്ല രീതിയിൽ മാർക്ക് കിട്ടുക. നമ്മൾ ബിസിനസ് സ്റ്റഡീസ് കുറെ വാരി വലിച്ച് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് ഇതിന്റെ പ്രസന്റേഷന് മാർക്ക് ഉണ്ട്. പ്രസന്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 8 മാർക്കിന്റെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 9 പോയിന്റെങ്കിലും നിങ്ങൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ് 8 മാർക്കിന് ചോദിച്ചാൽ 12 ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് 12 എണ്ണം എഴുതി വെച്ചാൽ അത്രയും നല്ലത്. എങ്കിൽ കൂടിയും ഒരു 9-10 ഫംഗ്ഷൻസ് പ്രൈസിങ്, നിങ്ങൾക്ക് എളുപ്പമുള്ള ഫംഗ്ഷൻസ് ഏതെങ്കിലും ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതിൽ 12 എണ്ണം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഇപ്പൊ പ്രൈസിങ്, ബ്രാൻഡിങ്, പാക്കേജിങ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അത് അങ്ങനെ അങ്ങനെ അറിയണ ഒരു 8 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. പിന്നെ 5 മാർക്കിന്റെ ചോദിച്ചാൽ ഒരു 4 സെന്റൻസ്, 4 ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എക്സ്പ്ലനേഷൻ കിട്ടാത്തവർ എന്താ ചെയ്യണമെന്ന് അറിയാം, ഹെഡിങ് വൈസ് പഠിക്കാം. ഹെഡിങ് വൈസ് പഠിച്ച ശേഷം ആ പാഠത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കുമല്ലോ, അത് അതിനുള്ളിൽ എഴുതി വെക്കുക, എക്സ്പ്ലനേഷൻ പോലെ എഴുതി വെക്കുക. അപ്പൊ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ചോദിച്ചു. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ചോദിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇപ്പൊ നമുക്ക് അറിയാവുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നമ്മൾ ടൈം കൺസ്യൂമിങ് എഴുതി വെച്ചു. ഇതിന്റെ ഉള്ളിൽ എനിക്ക് ഒന്നും എഴുതാല്ല മിസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ എന്താ എഴുതിയിരിക്കണമെന്ന് അറിയാം, പ്ലാനിങ്ങിന്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന് പഠിക്കണമല്ലോ. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് എന്നൊക്കെ പറഞ്ഞ് ഈ സെന്റൻസിനെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി എഴുതി വെക്കുക. എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണുന്നേ ആർക്കുണ്ടാവുള്ളൂ, നമ്മൾ എക്സാം പേപ്പേഴ്സ് നോക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ. അവർക്കിപ്പോൾ ബിസിനസ്സുകാർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം അരിച്ചു പെറുക്കി വായിച്ചു നോക്കൊന്നുമില്ല. ഹെഡിങ്ങുകൾ എഴുതിയിട്ടൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എഴുതുന്ന ഹെഡിങ്സ്, സബ് ഹെഡിങ്സ് ഉണ്ടല്ലോ, ഇപ്പൊ മെറിറ്റ് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക് നിറച്ച് വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാണ്ട് അത് തന്നെ കാണാപാഠം പഠിച്ചപ്പോൾ ടെക്സ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഞാൻ മിസ് പറയാണ്, ഇപ്പൊ ടെക്സ്റ്റ് വെച്ച് നോക്കി, ഇതാണ് പ്ലാനിങ് പ്രൊമോട്ട് ഇന്നോവേഷൻ ആണ്. അപ്പൊ ഇത് തന്നെ സിൻസ് പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ന്യൂ ഐഡിയാസ് ക്യാൻ ടേക്ക്. ഇങ്ങനെ കാണാപാഠം പഠിക്കേണ്ട. നിങ്ങൾ കാണാപാഠം പഠിക്കേണ്ടത് ഈ ടോപ്പിക്കുകളാണ്. മിസ് ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ കാണാപാഠം പഠിക്കേണ്ടത്. അതായത് ഈ പെട്ടികളിലുള്ള സാധനങ്ങൾ നിങ്ങൾ കാണാപാഠം പഠിക്കുക. ഉള്ളിലുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്തെങ്കിലും ആ ലൈൻ തന്നെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതി വെക്കുക. ഇതൊക്കെ തന്നെയാണ് ടോപ്പേഴ്സ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും A+ കിട്ടുന്നവരൊക്കെ പഠിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് മിസ് പറയുന്നില്ല കേട്ടോ, എല്ലാവരും ഉൾപ്പെടുത്തില്ല. A+ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ബിസിനസ്സിൽ ഒരു 10 പേർക്ക് A+ കിട്ടിയാൽ അതിൽ 8 പേര് മിസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നവരാണ്. ആ ഹെഡിങ്ങിന് ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ എഴുതി വെക്കുക. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലൈൻ പഠിച്ചത് എഴുതി വെക്കുക. അല്ലാതെ ഓരോ ലൈൻ ബൈ ലൈൻ പഠിക്കണമെങ്കിൽ ഈ ടെക്സ്റ്റ് മൊത്തം നിങ്ങൾ അങ്ങനെ കാണാപാഠം പഠിക്കുമോ? ഇല്ലല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻസ് പഠിക്കുക. ഇനിയൊക്കെ അതിനാണ് നമുക്ക് നേരമുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കും ടിപ്സുകളും ഉപയോഗിച്ച് മാർക്ക് വാങ്ങാനായിട്ട് നോക്കണം ഓരോ സബ്ജക്റ്റുകളും. എക്കണോമിക്സിനെ സംബന്ധിച്ച് കർവ് വരയ്ക്കുമ്പോൾ ബിസിനസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആണ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ടൈം മാനേജ്മെന്റ് വളരെയധികം വലുതാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഹെഡിങ് വൈസും സബ് ഹെഡിങ്സും നല്ലപോലെ പഠിക്കുക. എന്നിട്ട് അതന്നെ ഒന്നും കൂടെ എഴുതി വെച്ചാൽ മതിയാവും. അപ്പൊ ഇത്രയും രീതികൾ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഹെഡിങ്ങുകൾ നല്ല പോലെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ വേഗം പോയിട്ട് ചാപ്റ്റർ വൈസ് നോക്കിക്കോളൂ, പഠിക്കാൻ തുടങ്ങിക്കോളൂ. ഇതിൽ നിങ്ങൾ ആദ്യം ഇത് മാടാ പഠിക്കുക. ആദ്യം മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്ക് പോവുക, പിന്നീട് ഡയറക്ടിങ്ങിലേക്ക് പോവുക, പിന്നെ സ്റ്റാഫിങ്ങിലേക്ക് പോവുക, പിന്നെ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ, അങ്ങനെ ചാപ്റ്റർ വൈസിന്റെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുക. അല്ലാതെ ഒരു നെസസറി ഇല്ലാത്ത, ഇമ്പോർട്ടൻസ് അല്ലാത്ത അൺവാണ്ടഡ് തിങ്സിനെ നോക്കിയിട്ട് നമ്മൾ ഇരിക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കി പഠിക്കാതെ ആവശ്യമുള്ള
ഇമ്പോർട്ടൻസ് ആയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തപ്പിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് വേണം ചെയ്യണം എന്നുള്ളവർ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി സമയം കളയാതെ വേഗം പഠിക്കാനായിട്ട് നോക്കാം. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.